السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അൽഹംദുലില്ലാ, ഒരു സെമസ്റ്റർ കഴിഞ്ഞു. പരീക്ഷ നിങ്ങൾ എഴുതി. റിസൾട്ട് ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ നിങ്ങൾ അറിയിക്കും. ഓക്കെ, എല്ലാവരും നല്ല രൂപത്തിൽ എക്സാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കിതാബിൽ നിന്ന് അടുത്ത ഭാഗത്തെ പരിചയപ്പെടണം. അടുത്ത പാഠം നമുക്ക് പഠിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പാരത്രിക ലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് എടുക്കാനുള്ളത്. വമിമ്മ യജിബു ഇഅ്തിഖാദുഹു, വിശ്വസിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യം അന്ന ഹൗലൽ മൗഖിഫി ഹഖുൻ, നമ്മൾ മഹ്ശറയിൽ നിൽക്കുക എന്നുള്ള ആ ഒരു സംഗതി, ആ ഒരു സമയത്ത് അവിടെ നല്ല പ്രയാസമുണ്ടാവും. ഹൗല് എന്ന് പറയുമ്പോൾ ഭീതി. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല ഭീതി ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ മഹ്ശറയിൽ നിൽക്കുക, ആ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഭീതിതമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും എന്നുള്ളത് സത്യമാണ്. വഹുമാ യനാലുന്നാസു, എന്താണ് ഈ ഭീതിതമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ? മാ യനാലുന്നാസു ഫീഹി മിന ശദാഇദി വൽ മസാഇബ്, ജനങ്ങൾ വളരെ പ്രയാസകരമായി ബുദ്ധിമുട്ട് സഹിച്ചായിരിക്കും അവിടെ നിൽക്കുക. ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കത്തൂൽ വുഖൂഫി, ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ടി വരും. വ ഇൽജാമിൽ അറഖി അന്നാസ, ജനങ്ങൾ വിയർത്ത് കുളിച്ച് അവരെ വിയർപ്പ് ബുദ്ധിമുട്ടിപ്പിക്കും. ഹത്ത യബ്ലുഗ ആദാനുഹും, അത് ആ വിയർപ്പ് അവരുടെ ചെവി വരെ ഉയർന്നു നിൽക്കും, അഥവാ വിയർപ്പിൽ അവർ കുളിക്കും. വൈദ്ഹബ ഫിൽ അർദി സബഈന ദിറാഅ എന്ന് പറയുമ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും ആ വിയർപ്പ് വ്യാപിക്കും. ഓക്കെ. വദുനൂബി ശംസി മിനർ റൂസി ഹത്താ ലാ യകൂന ബൈനഹ വബൈന റൂസിൽ ഖലായികി ഇല്ലാ ഖദ്റൽ മൈൽ, ഒരു മൈലിൻ്റെ കണക്കനുസരിച്ച് മാത്രം നമ്മുടെ തലയിൽ നിന്ന് സൂര്യൻ ഉയർന്നു നിൽക്കും, അഥവാ സൂര്യൻ അത്രയും അടുത്തായിരിക്കും. അതുകൊണ്ടാണ് കൂടുതലായി വിയർക്കുന്നതും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും. ഓക്കെ. വതതായുറുൽ കുതുബി വഅഖ്ദുഹ ബിൽ ഐമാനി വശമാഇൽ, തതായുറുൽ കുതുബി, നമ്മളെ പ്രവർത്തനങ്ങൾ അഅ്മാലുകൾ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പറന്നു വരും. വഅഖ്ദുഹ ബിൽ ഐമാനി വശമാഇൽ, ചില ആളുകൾ വലത് കൈക്കൊണ്ടതിനെ സ്വീകരിക്കും, എന്നാൽ മറ്റു ചില ആളുകൾ ഇടത് കൈക്കൊണ്ടതിനെ സ്വീകരിക്കും. വലുസൂമുഹ അൽ അഅ്നാക, ആ കുത്തുബുകൾ, ആ ഗ്രന്ഥങ്ങൾ, ആ ഏടുകൾ നമ്മുടെ പിരടിയിൽ വന്നു വീഴും. അതും ഭീതിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. വൽ മസ്അലതു, ചോദ്യം. വശഹാദത്തുൽ അൽസിനതി വൽ ഐദി വൽ അർജുലി വസ്സംഇ വൽ ബസരി വൽ ജുലൂദി വൽ അർളി വൽ ലൈലി വൻ നഹാരി വൽ ഹഫ്ളത്തിൽ കിറാമി, നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേൽ സാക്ഷി പറയുന്നത് നമ്മുടെ നാവുകൾ, കൈകൾ, കാലുകൾ, കേൾവി, കണ്ണ്, നമ്മുടെ തൊലികൾ, ഭൂമി, അതുപോലെ രാത്രിയും പകലും, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് തന്നിട്ടുള്ള ഹഫ്ളത്ത് കിറാം, റഖീബ് അതീദ് മലക്കുകളുമായിരിക്കും. ഓക്കെ. വതഗയ്യിറുൽ അൽവാനി, നമ്മുടെ നിറം മാറും. അതും കഠിനമായിട്ടുള്ള ആ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥയിൽപ്പെട്ടതാണ്. ഖാല തആല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലത സാഅതി ശൈഉൻ അളീം, ഖിയാമത്ത് നാളിൻ്റെ ആ ഒരു ഭയാനകത, അത് വലിയ ഒരു വിഷയം തന്നെയാണ്. യൗമ തറൗനഹ, നിങ്ങൾ ആ സമയത്ത് കാണും. തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മ അർളഅത്, എല്ലാ മുലകുടിക്കുന്ന പെണ്ണുങ്ങളും സ്ത്രീകളും അവരുടെ കുട്ടികളെ തൊട്ട് ഒഴിഞ്ഞു മാറും, പേടിച്ചോടും. വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ,
ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ അവരുടെ കുട്ടികളെ പ്രസവിച്ച് അവർ ഉപേക്ഷിച്ചു പോവും. വതറന്നാസ സുക്കാറ, ജനങ്ങളെല്ലാം ആകെ ലഹരി ബാധിച്ച രൂപത്തിൽ പരിഭ്രാന്തരായിട്ടുള്ള രൂപത്തിലായിരിക്കും. വമാഹും ബി സുക്കാറ, അവർക്കുള്ള ലഹരി, അവർക്കുള്ള ആ പേടി എന്തിനാലാണ്? വലാകിന്ന അദാബല്ലാഹി ശദീദ്, അവർ ശരിക്കും പേടിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ശിക്ഷയിൽ നിന്നാണ്. വഖാല തആല, അല്ലാഹു പറയുന്നുണ്ട്, യൗമ യജ്അലുൽ വിൽദാനു ശീബ, കുട്ടികൾക്ക് നരബാധിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അഥവാ അതിൻ്റെ ആ ഭീതിയെ അറിയിക്കാൻ കുട്ടികൾ പേടിച്ചിട്ട് അവരുടെ മുടി വരെ നരക്കും എന്നുള്ളതാണ്. വഖാല തആല യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹുൻ, ഒരു ദിവസമുണ്ട് ചില ആളുകളുടെ മുഖം കറുത്തിരുണ്ടതായിരിക്കും, എന്നാൽ ചില ആളുകളുടെ മുഖം വെളുത്ത രൂപത്തിലായിരിക്കും. വലാകിൻ ലാ യനാലു ശൈഉൻ മിൻ ദാലിക, ഈ പറഞ്ഞിട്ടുള്ള പേടിപ്പിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവുകയില്ല. മിൻ ദാലിക, ഈ പറയപ്പെട്ട അവസ്ഥകളിൽ നിന്ന് ഒന്നും എത്തുകയില്ല. അൽ അംബിയ, പ്രവാചകന്മാർക്ക്, വൽ ഔലിയ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, വസാഇറ സുലഹായി, നന്മ ചെയ്യുന്ന എല്ലാ ഒരാളുകൾക്കും അവർക്ക് ഈ പറഞ്ഞിട്ടുള്ള ഭീതിതമായിട്ടുള്ള അന്തരീക്ഷ അതുപോലെ അവസ്ഥ എത്തുകയില്ല. ലിഖൗലിഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, തതനസ്സലു അലൈഹിമുൽ മലായികതു, അവരുടെ മേൽ മലായികത്ത് ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു, എന്നിട്ട് അവരോട് പറയും, അല്ലാ തഖാഫു, നിങ്ങൾ പേടിക്കണ്ട, വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുന്നതാണ്. വഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ യഹ്സുനുഹുമുൽ ഫസഉൽ അക്ബറു, ആ ഭയാനകമായിട്ടുള്ള പേടി അവരെ ഭയപ്പെടുത്തുകയില്ല, വേദനിപ്പിക്കുകയില്ല. അഥവാ ഖിയാമത്ത് നാളിൽ അവർക്ക് പേടിയും ബേജാറും ഉണ്ടാവുകയില്ല. വഖൗഫുൽ അംബിയാ വൽ മലായികതി, എന്നാലും അംബിയാക്കൾക്കും മലാക്കമാർക്കും പേടിയുണ്ടാവും. യൗമഇദിൻ, ആ സമയത്ത്. അത് എന്തിനാലുള്ള പേടിയാണ്? ഖൗഫ് ഇജ്ലാലിൻ വ ഇഅ്ലാമിൻ, അള്ളാഹുവിനോടുള്ള ബഹുമാനത്താലുള്ള പേടിയാണ്. അതുപോലെ അവർ നന്മ ചെയ്തത് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു പേടിയുമാണ് അവർക്കുണ്ടാവുക. ഇൻ കാനു ആമിനീന മിൻ അദാബില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർ മുക്തരാണെങ്കിലും ശരി, അവർക്കും പേടിയുണ്ടാവും. അത് അള്ളാഹുവിനോടുള്ള ബഹുമാനത്തോടു കൂടിയുള്ള പേടിയാണ്. വബിൽ ജുംലത്തി, മൊത്തത്തിൽ നാം പറഞ്ഞത്, ഫൽ അംറു മുഖ്തലിഫുൻ ബിഖ്തിലാഫി അഹ്വാലിന്നാസ്, ജനങ്ങളുടെ അവസ്ഥകളനുസരിച്ച് ജനങ്ങൾ നല്ലവരാണെങ്കിൽ നല്ല രൂപത്തിലായിരിക്കും, ചീത്തയാണെങ്കിൽ ചീത്ത രൂപത്തിലായിരിക്കും എന്നതാണ് മൊത്തത്തിൽ പറയാനുള്ളത്. അല്ലാഹുമ്മ ഖഫിഫ് അന്നാ അഹ്വാലഹു ബിഫദ്ലിക യാ കരീം, അല്ലാഹുവേ ഞങ്ങളെ തൊട്ട് നീ ആ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം ലഘൂകരിച്ച് തരണമേ, ആമീൻ. ഫായിദത്തുൻ, ഇനി ഒരു ഫായിദയാണ് പറയാനുള്ളത്. അഥവാ ആ ഒരു ഭീതിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ, ഭയാനകമായ അന്തരീക്ഷത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് അവൻ്റെ അർശിൻ്റെ നിഴൽ നൽകും എന്നുള്ളത് നിങ്ങൾ ഹദീസുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു 7 ആളുകളെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആളുകൾക്ക് അല്ലാഹുവിൻ്റെ നിഴൽ, അർശിൻ്റെ നിഴൽ നൽകും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അള്ളാഹുവിൻ്റെ ആ ഒരു നിഴൽ, അതല്ലെങ്കിൽ തണൽ മാത്രം ഉള്ള ദിവസത്തിൽ. ഓക്കെ, യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അള്ളാഹുവിൻ്റെ തണൽ മാത്രമാണ് ആ ദിവസത്തിലുള്ളത്, ബാക്കിയുള്ള തണലുകളൊന്നും ഉണ്ടാവുകയില്ല, നിഴലുകളൊന്നും ഉണ്ടാവുകയില്ല. അത് 7 ആളുകൾക്കുണ്ട്. അവരാരൊക്കെയാണ്? ഇമാമുൻ ആദിലുൻ, നീതിമാനായിട്ടുള്ള ഭരണാധികാരി. വശാബുൻ, ഒരു യുവാവ്. നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിട്ട് അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച യുവാവ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദി, വറജുലുൻ, ഒരു പുരുഷനാണ്. ഖൽബുഹു മുഅല്ലഖും ബിൽ മസ്ജിദി, അവൻ്റെ ഹൃദയം എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുക. ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി, പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അടുത്ത നിസ്കാരത്തിന് വേണ്ടി അവൻ്റെ മനസ്സിങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ആശിച്ചു കൊണ്ടേയിരിക്കും. വറജുലാനി തഹബ്ബ ഫില്ലാഹി വജ്തമഅ
ഇജ്തമ അലൈഹി വ തഫറഖ അലൈഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത രണ്ട് പുരുഷന്മാർ, അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തതായി എണ്ണുന്നത്. വതഫറഖ അലൈഹി, അള്ളാഹുവിൻ്റെ പേരിൽ അഥവാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലാണ് അവർ വിട്ടുപിരിഞ്ഞത് എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ അവർ മരിച്ചുപോയി, അതല്ലെങ്കിൽ അവരുടെ ആ സൗഹൃദ ബന്ധം ദീനിൻ്റെ പേരിൽ അവർ ഉപേക്ഷിച്ചു. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒരാൾ ദക്കറല്ലാഹ, അള്ളാഹുവിനെ സ്മരിച്ചു, അള്ളാഹുവിനെ ദിക്ർ ചൊല്ലി, ഖാലിയൻ ഏകനായിട്ട്, ഫഫാലത്ത് ഐനാഹു, അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലി, അങ്ങനെ ഫഫാലത്ത് ഐനാഹു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു, ദുഃഖിച്ചു, അദ്ദേഹത്തിനും അള്ളാഹുവിൻ്റെ നിഴൽ കിട്ടും. വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു ഹസബിൻ വജമാലിൻ, ഭംഗിയുള്ള നല്ല തറവാടുള്ള, ദാത്ത് ഹസബ് എന്ന് പറയുമ്പോൾ തറവാടുള്ള, ജമാൽ എന്ന് പറയുമ്പോൾ ഭംഗിയുള്ള ഒരു പെണ്ണ് ഒരാളെ ക്ഷണിച്ചു. എന്നിട്ടോ ഫഖാല, അയാൾ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് ക്ഷണിച്ചതിൽ നിന്ന് അയാൾ പിൻവലിഞ്ഞു പോയില്ല. അദ്ദേഹത്തിനുമാണ് അള്ളാഹുവിൻ്റെ നിഴലുണ്ടാവുക. വറജുലുൻ തസദ്ദഖ ബിസദ്ഖത്തിൻ ഫഅഖ്ഫാഹ, ആരും കാണാതെ ലോകമാന്യം നടിക്കാതെ റിയാ നടിക്കാതെ ഒരാൾ സ്വതക്ക കൊടുത്തു. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, അദ്ദേഹത്തിൻ്റെ വലതു കൈ കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇടത് കൈ പോലും അറിഞ്ഞില്ല, അഥവാ അത്ര അടുത്ത ആളുകൾ പോലും അറിഞ്ഞില്ല എന്നതാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. റവാഹുൽ ബുഖാരി വ മുസ്ലിം വ ഗൈറുഹുമ. വമിമ്മാ യജിബു ഇഅ്തിഖാദുഹു, വിശ്വസിക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾപ്പെട്ടതാണ് അന്ന വസ്ന അഅ്മാലിൽ ഇബാദി ഹഖ്കുൻ, ജനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തൂക്കും, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിലിട്ട് തുലാസിലിട്ട് തൂക്കും എന്നുള്ളത് സത്യമാണ്. അന്നൽ മീസാൻ ഹഖ്കുൻ, അപ്പോൾ തുലാസും സത്യമാണ്. ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, ആ ദിവസം വസിന് എന്നുള്ളത് തൂക്കം എന്നുള്ളത് സത്യമാണ്. വഖാല തആല, അല്ലാഹു പറയുന്നുണ്ട്, വനളഉൽ മവാസീനൽ ഖിസ്ത് ലിയൗമിൽ ഖിയാമ, നീതിയുക്തമായിട്ടുള്ള തൂക്കമായിരിക്കും ഖിയാമത്ത് നാളിൽ നാം സജ്ജീകരിക്കുക എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ആരുടെ മീസാനാണോ തൂങ്ങിയത് അവനായിരിക്കും, നന്മ കൊണ്ട് തൂങ്ങിയത് ആരുടെ മീസാനാണോ അവനായിരിക്കും മുഫ്ലിഹൂൻ, മുഫ്ലിഹീങ്ങളിൽ പെട്ടവനായിരിക്കും, അവനാണ് വിജയി. ഫമൻ ഖഫത്ത് മവാസീനുഹു, നന്മയുടെ ആ തട്ട് താഴ്ന്നവനാരാണോ ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും, അവർക്ക് പരാജയമാണ് ഉള്ളത്. വഹുവ മീസാനുൻ ഹിസ്സിയുൻ, നമുക്ക് കാണാൻ കഴിയുന്നൊരു മീസാനായിരിക്കും ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക. ലഹു ലിസാനുൻ, അതിനൊരു നാവുണ്ടാവും എന്ന് പറയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ത്രാസുകളൊക്കെ ശ്രദ്ധിച്ചാൽ, തുലാസൊക്കെ ശ്രദ്ധിച്ചാൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ പോയിൻ്റ് ഉണ്ടാവും, രണ്ട് ഭാഗങ്ങളും കണക്ട് ചെയ്യുന്ന ചെറിയൊരു പോയിൻ്റ്, അതിനാണ് ലിസാൻ എന്ന് പറയുക. കഫത്താനി എന്ന് പറയുമ്പോൾ രണ്ട് തട്ടുകളുണ്ടാവും, രണ്ട് ഭാഗത്തായി രണ്ട് തട്ടുകളുണ്ടാവും. ഇഹ്ദാഹുമ, അതിലെ ഒരു തട്ട് നെയ്യറത്തുൻ, നല്ല പ്രഭാപൂരിതമായിരിക്കും. വഹിയൽ യുംന, അത് വലത് ഭാഗത്തെ തട്ടാണ്. അൽ മുഇദ്ദ, ഒരുക്കി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള, ലിൽ ഹസനാത്തി, നന്മ വെക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി തയ്യാറാക്കപ്പെട്ട തട്ടായിരിക്കും വലത് ഭാഗത്തുള്ളത്. വൽ ഉഖ്റ മുദ്ലിമത്തുൻ, അത് ഇരുട്ടുള്ളതാണ് അഥവാ പ്രഭാപൂരിതമല്ലാത്തതാണ്. വഹിയൽ യുസ്ര, അത് ഇടത് ഭാഗത്തെ തട്ടാണ്. അൽ മുഇദ്ദ ലിസയ്യിആത്ത്, പ്രവർത്തനങ്ങളിൽ നിന്ന് സയ്യിആത്തിനെ, ചീത്ത പ്രവർത്തനങ്ങളെ വെക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇരുണ്ട രൂപത്തിലായിരിക്കും അതിനെ കാണപ്പെടുക. അമ്മൽ മൗസൂനു ഫഹുവ സുഹഫുൽ അഅ്മാലി ലി ഹദീസിൻ, ഈ തൂക്കപ്പെടുന്ന വസ്തുക്കൾ എന്താണ്? ജനങ്ങളുടെ സൃഷ്ടികളുടെ സുഹഫുകളാണ്, അവർക്ക് നൽകപ്പെട്ട ഏടുകളാണ്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഏടുകളായിരിക്കും. ഇന്നല്ലാഹ ലി ഹദീസിൻ, ഒരു ഹദീസുണ്ട്, ഇന്നല്ലാഹ യസ്തഖ്ലിസു റജുലൻ മിൻ ഉമ്മത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ രക്ഷപ്പെടുത്തും. അലാ റുഊസിൽ ഖലായികി യൗമൽ ഖിയാമത്തി, അലാ റുഊസിൽ ഖലായികി, സൃഷ്ടികളുടെ മുമ്പിൽ വെച്ച്, യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ. ഫയൻഷുറു ലഹു 99 സജ്ലൻ,
അദ്ദേഹത്തിന് 99 ഏടുകൾ അദ്ദേഹത്തിന് മുന്നിൽ നൽകും. കുല്ലു സിജിലി മിൻഹ മദ്ദുൽ ബസർ, ഓരോ ഏടുകളും കണ്ണെത്താ ദൂരത്തോളം വലിപ്പമുണ്ടാവും. ഫയഖൂലു, എന്നിട്ട് അള്ളാഹു പറയും, അതുൻകിറു മിൻ ഹാദാ ശൈഅൻ, നീ ഇതിലേതെങ്കിലും നിഷേധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അളമക കതബതി അൽ ഹാഫിളൂൻ, പിന്നെ ചോദിക്കും, നിന്നെ എൻ്റെ എഴുത്തുകാർ നിന്നെ ആക്രമിച്ചോ, അഥവാ നീ ചെയ്യാത്തത് എന്തെങ്കിലും അവർ എഴുതി വെച്ചോ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കും. ഫയഖൂലു, അദ്ദേഹം പറയും, ലാ യാ റബ്ബ്, ഇല്ല അള്ളാഹുവേ. ഫയഖൂലു അലക ഉദ്റുൻ, നിനക്ക് ഇനി എന്തെങ്കിലും കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടോ? ഫയഖൂലു ലാ യാ റബ്ബ്, അള്ളാഹുവേ ഇല്ല. ഫയഖൂലു അലക ഹസനത്തുൻ, നീ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ? ഫയഖൂലു ലാ യാ റബ്ബ്, ഞാനൊരു നന്മയും ചെയ്തിട്ടില്ല. ഫയഖൂലു ബല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ബല അല്ല, ഇന്നലക ഇൻദനാ ഹസനത്തുൻ, നീ ഒരു നന്മ ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ ഇന്നഹു, അത് ലാ ദുൽമ അലൈക ഫതഖ്റുജു ലഹു, ലാ ദുൽമ അലൈക, അത് നിൻ്റെ മേലിൽ ദുൽമായിട്ടല്ല സംഭവിച്ചിട്ടുള്ളത്, അത് ഹസനത്തായിട്ടാണ് ഉള്ളത്. ഫതഖ്റുജു ലഹു, അങ്ങനെ അവൻക്ക് കൊണ്ടുവരപ്പെടും, അവൻ്റെ മുന്നിലേക്ക് ഹാജരാക്കപ്പെടും. ബിതാഖത്തുൻ, ഒരു കാർഡ്, ഫിഹ, ആ ബിതാഖത്തിലുണ്ട്, ആ കാർഡിലുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന കലിമത്തു തൗഹീദിൻ്റെ വചനമുണ്ട്. ഫയഖൂലു, അങ്ങനെ പറയും, ഇഹ്ലുർ വസ്നക്, നിൻ്റെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇഹ്ലർ വസ്നക്, നിൻ്റെ തുലാസിലിട്ട് നിന്നെ ഒന്ന് തൂക്കാൻ, അഥവാ നിൻ്റെ സുഹ്ഫുകളൊക്കെ ഒന്ന് തൂക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കും. ഫയഖൂലു യാ റബ്ബ് മാ ഹാദിഹിൽ ബിതാഖ, ഈ കാർഡ് എന്താണ് എന്ന് അദ്ദേഹം ചോദിക്കും. സിജിലാത്തി, ഈ ഏടുകളോട് കൂടെയുള്ള ഈ കാർഡ് എന്താണ് എന്ന് ചോദിക്കും. ഫയഖൂലു ഇന്നക ലാ തുദ്ലം, നീ ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഫതൂള ഉസ്സിജിലാത്തു ഫി കഫത്തിൻ, സിജിലാത്ത് അവൻ്റെ ഏടുകൾ ഒരു ഭാഗത്തും, വൽ ബിതാഖത്തു ഫി കഫത്തിൻ, മറ്റേ ആ കാർഡ് വേറൊരു ഭാഗത്തും വെക്കും. ഫതോഷത്തി സിജിലാത്തു, അങ്ങനെ അവൻ്റെ ആ ഏടുകൾ പറന്നു പോവും, അത് ഇല്ലാതായി പോവും. വസഖുലത്തിൽ ബിതാഖത്തു, അവൻക്ക് കിട്ടിയ ആ കാർഡ് അത് നല്ല ഭാരമുള്ളതാവും. വല യസ്ഖുലു മാ ഇസ്മില്ലാഹി ശൈഉൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരാണ് ആ കാർഡിലുള്ളത്, അഥവാ കലിമത്ത് തൗഹീദാണ് അതിലുള്ളത്. അത് ബാക്കിയുള്ള എല്ലാ സയ്യിആത്തിനെ തൊട്ടും അതിനായിരിക്കും കൂടുതൽ ഭാരമുണ്ടാവുക. ഓക്കെ, റവാഹുൽ ഇമാം അഹ്മദ് വ തുർമുദി വൽ ഹാക്കിം വൽ ബൈഹഖി, ഇവരൊക്കെ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയുഅഖദു മിൻഹു, ഇതിൽ നിന്ന് പിടിക്കപ്പെടും, മനസ്സിലാക്കും, അന്ന സിഖലൽ മീസാനി അലാ വജ്ഹിൽ മഅറൂഫി ഫി ദുനിയ, മീസാന് അഥവാ തുലാസിൽ തൂക്കുന്ന സമയത്ത് അത് ഭാരമുണ്ടാവുക, ഭാരമില്ലാതിരിക്കുക, ഭാരം കുറയുക എന്നുള്ളത് ഭൂമിയിൽ നമ്മൾ ഒരു ത്രാസ് ഉപയോഗിച്ചിട്ട്, തുലാസ് ഉപയോഗിച്ചിട്ട് ഇറച്ചി തൂക്കുന്നത് പോലെ, അതല്ലെങ്കിൽ പച്ചക്കറി കാര്യങ്ങളൊക്കെ തൂക്കുന്നത് പോലെ തന്നെ ആയിരിക്കും ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ നമ്മുടെ അഅമാലുകളും തൂക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാം. ഖിലാഫൻ ലിമൻ സഅമൽ അക്സ്, അങ്ങനെയല്ല എന്ന് വാദിച്ചവർക്ക് എതിരായിട്ട് അങ്ങനെ തന്നെയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, തംബീഹുൻ, ഒരു ചെറിയ ഒരു കാര്യം പറയാൻ. ഹിക്മത്തുൽ വസിനി, എന്തിനാണ് കാര്യങ്ങളൊക്കെ തൂക്കുന്നത്, അഥവാ അഅമാലുകളൊക്കെ എന്തിനാണ് ഒരു വട്ടം കൂടെ തൂക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ അറിയുന്നവനാണല്ലോ, പിന്നെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ കൂടി അഅമാലുകളൊക്കെ ഒന്നും കൂടെ ബോധ്യപ്പെടുത്തി പറയുന്നത്? ഹിക്മത്തുൽ വസിനി, ഈ തൂക്കുന്നതിൻ്റെ ഹിക്മത്ത്, യുക്തി എന്താണ്? വ ഇൻ കാന അല്ലാഹു തആല ആലിമൻ ബികുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സർവ്വകാര്യങ്ങളും അറിയും. നാം ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, തെറ്റായാലും കുറ്റമായാലും അതുപോലെ നന്മയായാലും നല്ല കാര്യങ്ങളായാലും ശരി, എല്ലാം അള്ളാഹുവിനെ അറിയാം. എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു തൂക്കൽ എന്നുള്ളതൊരു ചോദ്യം വരുമല്ലോ. അതിൻ്റെ യുക്തി എന്താണ്? ഇംതിഹാനുല്ലാഹി തആല അൽ ഇബാദ, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ സൃഷ്ടികളെ ഒന്ന് പരീക്ഷിക്കുകയാണ്. ബിൽ ഈമാനി ബിഹി ഫി ദുനിയ, ദുനിയാവിൽ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാനും, അതുപോലെ ഈ വസിന് തൂക്കുക എന്നുള്ള മീസാന് എന്നുള്ള സംഗതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് വിശ്വസിക്കാനും ഒരു പരീക്ഷണം നൽകുകയാണ്. ആരെങ്കിലും അതിനെ നിഷേധിച്ചാൽ അവന്
അള്ളാഹുവിനെയും നിഷേധിച്ച രൂപത്തിലായിരിക്കും. ഓക്കെ, വജഅല ദാലിക, ഈ വസിനാക്കി, ഈ മീസാനാക്കി, അലാമത്തല്ലി അഹ്ലി സആദതി വശഖാവത്തി ഫിൽ ഉഖറ, പാരത്രിക ലോകത്ത് നന്മ ചെയ്യുന്നവർക്ക് അവരെ വിജയികളായും തിന്മ ചെയ്യുന്നവർ പരാജിതരായും നരക അവകാശികളായും മുദ്രകുത്തുന്ന ഒരു അലാമത്തായി, ഒരു അടയാളമായി ഈ മീസാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അതിനാണ് ഇങ്ങനെ ഒരു മീസാന്, ത്രാസ് ഉപയോഗിച്ച് പ്രവർത്തനങ്ങളൊക്കെ തൂക്കുക എന്നുള്ള പദ്ധതി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.